ഗുഡ് മോർണിംഗ്. നല്ല മഴയാണ് കേട്ടോ ഇന്ന്. തിങ്കളാഴ്ച രാവിലെ പെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്. നല്ല മഴ പെയ്യട്ടെ, എന്നാലേ വെള്ളം ഉണ്ടാവുള്ളൂ. അല്ലുകുട്ടി സ്കൂളിൽ പോയി, ക്യാമ്പിന് സ്കൂളിൽ ഇന്ന് പന്ത് കളി. വൈകുന്നേരമല്ലേ വരുള്ളൂ? ഞങ്ങൾ പോകട്ടാ. ഞങ്ങൾ പോകൂലേ? ഞങ്ങളുടെ ബാലക്കുട്ടന് സ്കൂൾക്ക് പോവാണ്. സ്കൂളിൽ വരുമ്പോ അമ്മായി പോകട്ടോ. ബാലക്കുട്ടന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. സമ്മാനമൊന്നുമില്ല, വലിയ കുട്ടിയുടെ സമ്മാനമൊന്നുമില്ല. 1000 പിറന്നാൾ ആശംസകൾ. ആരോഗ്യം ഉണ്ടാകട്ടെ. ഓക്കെ സാട്ടാ, ഇന്ന് പിറന്നാളാണ്. എന്നാ ശരി, ഓക്കെ. മഴ കൊണ്ടാ പോണേ. സ്കൂൾക്കാർ ഇതാ ഒരുങ്ങിക്കുന്നു. കൊണ്ടുവരും. വന്നിട്ട് പോ. വന്നിട്ടില്ല. അങ്ങനെ ഇതാ കിളിക്കുട്ടികൾ ഒരുങ്ങി പോവാൻ റെഡിയായി നിൽക്കുന്നു. LKG UKG LKG പോട്ടെ. ടാറ്റ, ബൈ ബൈ, സീ യു. ഉമ്മണ്ടേ വലുതാണല്ലേ. ആ രണ്ട് തുരുമ്പ് ഞങ്ങൾ സ്വപ്ന വീട് കാണാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. പുഴയ്ക്ക് പോവുകയാണ് കുളിക്കാൻ. പ്രസാദേട്ടനിതാ ഡോറ് തുറന്ന് അകത്ത് കയറി. അടുപ്പ് വെച്ചിട്ടുണ്ട്, ബാത്റൂം ശരിയാക്കിയാണ്. അപ്പം അതൊന്ന് കാണാം. അടുക്കളയിൽ അടുപ്പ് വെച്ചിട്ടുണ്ട്, പുകയില്ലാത്ത അടുപ്പ്. നല്ല രസമുണ്ട്. ഇതാ ഇതൊക്കെ പണിയാണ്. പണി ഗ്യാസ് അടുപ്പിനായിരിക്കും. വലിയ അടുപ്പ്, ചെറിയ അടുപ്പ്. ഓ സായിട്ട് അവിടെ നോക്കി. അടുപ്പ്, പുകയില്ലാത്ത അടുപ്പ്. വെള്ളം ഒഴിച്ചിട്ടുണ്ട് അടുപ്പിൽ. ഇത് കിട്ടൂല. ഇതിങ്ങനെ കിട്ടൂല അല്ലേ? ഇത്രയുള്ളൂ. ബാത്റൂം ഇതാ ഇവിടെ. ബാത്റൂം കിട്ടിയത്. ബാത്റൂമിൻ്റെ ടൈൽസ് ഒരു വെറൈറ്റി ആണല്ലോ. കടലിൽ ചെന്ന പോലെ ഉണ്ട്. കടലിൻ്റെ പോലെ. ഓക്കെ. ഷവർ. എന്തൊക്കെ പണി ഇനി കിടക്കുന്നു. റെഡിയായി. ഓക്കെ. ഒരു വെറൈറ്റി ടൈൽസ്. വാഴത്തോട്ടത്തിൽ ഒന്നുമില്ല ഇപ്പോൾ. വാഴക്കൊലൊക്കെ വെട്ടി കന്ന് തിരിച്ച് വെക്കാനുണ്ട്. നിറയെ പച്ചമുളക്. പച്ചമുളകുണ്ട് പറിക്കാൻ. പച്ചമുളകും വഴുതനയുണ്ട് പറിക്കാൻ. ആകെ കാട് മൂടിയിട്ടുണ്ട് മൊത്തത്തിൽ. വഴുതന അതാ, പച്ചമുളക് അതാ, നിറയെ ഉണ്ട്. കാന്താരി ഇല്ല. മുരിങ്ങ അതാ, മുരിങ്ങക്കായ അതാ, എല്ലാ സാധനങ്ങളും ഉണ്ട്. നിറയെ പൂമ്പാറ്റകൾ ഇതാ പാറി കളിക്കണം. നല്ല ഭംഗിയില്ല പൂമ്പാറ്റകൾ. പ്രസാദേട്ടനതാ ഡോറൊക്കെ പൂട്ടി വരുന്നു. സ്വപ്ന വീട് പണി ഇനിയും ഒരുപാട് ബാക്കിയുണ്ട്. ഇനി നിലം ടൈൽസ് ഒട്ടിക്കാനുണ്ട്, കിണറിൻ്റെ കാര്യങ്ങൾ ശരിയാക്കാനുണ്ട്. വൈകുന്നേരം ഓ
ഈ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞിക്കണ കാണാൻ എന്താ രസം. പുഴയ്ക്ക് പോണ റോഡിൻ്റെ രണ്ട് വശത്തും ഇങ്ങനെ കുഞ്ഞു സൂര്യകാന്തി പൂക്കൾ. നിങ്ങൾ വണ്ടി എടുത്ത് പോരുക, നടന്നിങ്ങനെ പോവാം. നല്ല രസമുണ്ട്. ഈ സ്ഥലങ്ങളൊക്കെ പ്ലോട്ടാക്കി തിരിച്ചു കേട്ടോ, വേലി കെട്ടിയെന്ന് പറയും. ആ ഭാഗത്തും കുറച്ച് സ്ഥലം വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. ഈ മഞ്ഞപ്പൂ ഇങ്ങനെ വിരിഞ്ഞിട്ട് കാണാൻ എന്താ ഭംഗി. നല്ല രസമുണ്ട്. ഇത് റബ്ബർ തോട്ടത്തിൽ നിറയെ ഉണ്ട്. കുട്ടികളൊക്കെ സ്കൂളിൽ പോയപ്പോഴാട്ടോ ഞങ്ങൾ കുളിക്കാൻ പോകുന്നത്. എല്ലാവരും പോയപ്പോൾ എന്തോ ഒരു സങ്കടം. ഇപ്പോൾ പുഴയ്ക്ക് കുളിക്കാൻ ആരുമില്ല. ഇന്നലെ കുളിക്കാൻ ലച്ചുമോളുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ പുഴയ്ക്ക് പോകുന്നു. അപ്പോൾ സന്ധ്യ ആവാനായിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ സ്കൂളിട്ട് വരുന്നതിൻ്റെ മുൻപായിട്ട് നേരെ വളയത്തെ വീട്ടിലേക്ക് പോകണം കരുതുന്നു. ഞങ്ങൾ സ്ഥിരം കുളിക്കടയിലേക്കാട്ടോ പോണേ. പുഴയിൽ കുറച്ച് വെള്ളം കൂടുതലാണ്, വെള്ളത്തിന് കുറച്ചൊരു നിറം മാറ്റം ഉണ്ട് എന്നൊക്കെ പറയുന്നു. പോയി നോക്കട്ടെ. ഇവിടെ ഒരു വണ്ടിയുണ്ടല്ലോ. വെള്ളം കലങ്ങിയിട്ടൊന്നുമില്ല, ചെറിയൊരു നിറം മാറ്റേ ഉള്ളൂ. ഇവിടെ ഇറങ്ങാൻ പോയ ഞങ്ങൾ മഴ പെയ്തത് കാരണത്താൽ വീണ്ടും ഇവിടെ തന്നെ വന്നു. മഴ അതങ്ങനെ നല്ല ചാറ്റൽ മഴ, കുടയല്ല ഒന്നുമില്ല, നല്ല മഴ. പുഴയൊക്കെ ഇറങ്ങുന്നിടത്തുനിന്ന് പുഴയൊക്കെ ഇറങ്ങിയായിരുന്നു നല്ല മഴ. ഇതൊക്കെ നേരം കിടന്നു പോകും. നമ്മുടെ വീട്ടിൽ തന്നെ വന്നിരിക്കുന്നു. മഴേൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് കാണിക്കുന്നു. നല്ല മഴയല്ലേ, മഴ. പക്ഷെ മഴ അങ്ങനെ നന്നായിട്ട് കുറച്ച് പെയ്യുന്നു. നല്ല കാറ്റും. ഇപ്പോഴും പെയ്യുന്നുണ്ട് കേട്ടോ, ചെറുതായി ചാറ്റൽ മഴ. എന്നാലും ഞങ്ങൾ പോയി കുളിക്കട്ടെ. അങ്ങോട്ട് ഇറങ്ങാൻ നോക്കിയപ്പോഴാണ് നല്ല മഴ ചെയ്ത്. അപ്പോൾ കുട എടുത്തില്ല, ഒന്നുമില്ല. അപ്പം അങ്ങോട്ട് ഓടിപ്പോകണല്ലോ. അങ്ങനെ മഴയത്തുള്ള കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. പുഴയിൽ നിന്ന് മഴ കൊണ്ടിട്ടാണ് വന്നത്. ഇപ്പം മഴ തോർന്നു. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ നല്ല കപ്പയും മത്തിക്കറിയും കഴിച്ചു. അപ്പോൾ ഇനി പോകാനുള്ള ബാഗും സാധനങ്ങളൊക്കെ ഞങ്ങളൊക്കെ റെഡിയാക്കി ഒക്കെ പാക്കറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി പോയാൽ മതി. ഇനി ഉച്ചഭക്ഷണം കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങണം. മഴയില്ലാത്ത സമയത്ത് നോക്കിയിട്ട് ഇറങ്ങണം. കുറച്ച് വരല വിശേഷം. ഇനി പോണ വിശേഷങ്ങൾ ഇങ്ങനെ പിന്നെ ഇങ്ങനെ പറയാം. ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി വളയത്തെ വീട്ടിൽ നിന്നും പറയാം. ഇപ്പോൾ 2 ദിവസത്തെ വിരുന്നുകാരിയായി എൻ്റെ വീട്ടിൽ ഞാൻ പോകുന്നു. ടാറ്റാ.